ഹായ് ഗായ്സ്, വെൽക്കം ടു കിടുക്കാച്ചി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറുപയർ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് നെയ്യിൽ വറുത്ത ചെറുപയർ പരിപ്പോടെ റെഡിയുണ്ട്. കാഷ്നട്ട്, കിസ്മിസ്, തേങ്ങാക്കൊത്ത്, ശർക്കര പാനി, അതായത് ചക്കര ഉരുക്കിയത് ഇവിടെ ഉണ്ട്. പാനിൽ തയ്യാറായി കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കും പണി ആരംഭിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ കുക്കറിലേക്ക് വെള്ളം, അതോടൊപ്പം ചെറുപയറിൻ്റെ പരിപ്പും ശകലം ഉപ്പും ചേർത്ത് നിന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ടാണ് ബാക്കി പരിപാടികൾ. നമുക്ക് തേങ്ങ പാല് പിയ്യണം. അതിനുള്ള തേങ്ങ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും പാല് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നാം പാലാണ്, രണ്ടാം പാല് വേണ്ട. രണ്ടാം പാലിലാണ് നമ്മൾ ചെറുപയർ പരിപ്പ് വേവിക്കുന്നത്. ചെറുപയർ പരിപ്പ് സാധാ വെള്ളത്തിൽ വേവിച്ച് റെഡിയാക്കി എടുത്ത് ഇനി രണ്ടാം പാലിൽ ഒന്നുകൂടെ വേവിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള അതിൻ്റെ A to Z വരുള്ളൂ നമ്മൾ പായസത്തിൻ്റെ. ഇനി നമുക്കിതിലേക്ക് ഏലക്കായൻ്റെ പൊടിയൊക്കെ ചേർക്കാനുണ്ട്. ഗായ്സ്, നമ്മൾ ഏലക്കായൻ്റെ പൗഡർ ശകലം ഇട്ടു കേട്ടോ. ഏലക്കായൻ്റെ പൗഡറാണിത്. ഗാവൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. ഗായ്സ്, ഒരു പാനിൽ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ച് അതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് അണ്ടി, മുന്തിരി, തേങ്ങ എല്ലാം വറവിടണം. അതായത് നമ്മൾ തേങ്ങ നല്ല മൂപ്പിക്കണം. തേങ്ങാക്കൊത്ത്, അതിനുശേഷം കാഷ്നട്ട്, കിസ്മിസ് മൂപ്പിക്കും. ഇതിൽ 2 സ്പൂൺ അരിപ്പൊടി ഇടണം. നമ്മളെ ഹൈലൈറ്റ്, നമ്മളെ സ്പെഷ്യൽ 2 സ്പൂൺ അരിപ്പൊടി പായസത്തിലേക്ക് കേട്ടോ. 2 സ്പൂൺ അരിപ്പൊടി. 2 സ്പൂൺ അരിപ്പൊടി വെള്ളത്തിൽ കലക്കി അതും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. 2 സ്പൂൺ അരിപ്പൊടി. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഉഷാറാവും ഗായ്സ്. അപ്പോൾ നമ്മൾ ഒന്നാം പാല് ഒഴിക്കുകയാണ്. അപ്പോൾ സകലം ടൈം എടുത്തിട്ടോ ചെയ്യുന്നത്. വീഡിയോ സ്റ്റില്ലാക്കി വെക്കുന്നുണ്ടാണ്. ഉടനെ അല്ല. ഒന്നിപ്പോൾ ഏകദേശം പയറൊക്കെ ഫുള്ള് വന്നു ചെറുപയർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്നാം പാല് വെക്കുന്നത്. ഇനി നമുക്ക് ആ ശർക്കരപ്പാനി ഒന്ന് അതിലെ കച്ചറൊക്കെ കളഞ്ഞുകൊണ്ട് ഇത് ഒഴിക്കാണ്ട് ശർക്കരപ്പാനി നമ്മൾ ഒഴിക്കുകയാണ്. തീ കൂട്ടണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. വാവ്, കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് അല്ലേ? ഇതൊക്കെ ഫുള്ള് ക്രെഡിറ്റ് എൻ്റെ വൈഫിന് കേട്ടോ. ഓളാണ് പായസത്തൊക്കെ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്കാരും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടായിക്കോട്ടെ. വാവ്, അടപ്രഥമൊക്കെ മാറി നിൽക്കൂട്ടോ. പാലടക്ക് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. ചെറുപയർ പരിപ്പ് പായസം അത് നമ്മൾ ഉണ്ടാക്കിയത്. ഒരു പ്രത്യേക വൈബാണ് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ. ഇഞ്ഞുണ്ടാന്ന് ചോദിക്കും. ഇതന്നെ കൊടൈക്കനാൽ, ഇതന്നെ ഊട്ടി, ഇതന്നെ മൈസൂർ എന്ന് പറയും. പിന്നെ ചോറ് നുള്ളി മീൻ വാരി, അതാണ് നമ്മളെ ഹൈലൈറ്റ്. കണ്ടോളി, തിന്നോളി, കുടിച്ചോളി, പൊയ്ക്കോളി. എന്താ അത് മുതൽ. ഹൈ ഇനി ഈ ഇൻഗ്രീഡിയൻസ് വരാൻ കിടക്കുകയാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൊണ്ട് വന്നാൽ ഇനി ഉണ്ടാന്ന് വെച്ചു. എൻ്റെ അമ്മക്ക് ഷുഗറാണ്, എന്നാലും കൊടുക്കും ഞാൻ 1 കപ്പ്. കാരണം ഇതിൻ്റെ അങ്ങനെയാണ്. അങ്ങനെ അവസാനമായിട്ട് കാഷ്നട്ട്, കിസ്മിസ്, തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ ഇട്ട് നമ്മൾ ഇറച്ചി ഇങ്ങോട്ട് കൊടുക്കും. പരിപാടി കഴിഞ്ഞ് ഇനി അങ്ങോട്ട് കുടിച്ചാൽ മതി. എന്താ ടേസ്റ്റ്, ആഹാ, എന്താ ഭംഗി.